ഹലോ കൂട്ടുകാരി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? ഞങ്ങളതുവരെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വ്ളോഗല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മാറ്റി പിടിച്ച് വീണ്ടും വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. എന്നും നമ്മൾ കാണിച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ എന്നല്ലേ കാണിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാനും സപ്പോർട്ട് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കരുത്. അതെന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും, ഒക്കെ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഓൺ ചെയ്തിടരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ ചാനലിനെ ആ വീഡിയോയെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യും, കമൻറ്റ് ഇട്ടും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. നിങ്ങൾ എന്താ പറയുക, നമ്മളെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കൂടി വലിയ കുഴപ്പം വരില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായ ഒരു കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഈ നാരകത്തിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നില്ലേ, ആ നാരകത്തിൻ്റെ തൈ അടിഭാഗത്ത് കുറേ അതിൻ്റെ ശാഖകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ മുറ്റത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് അതിൽ നല്ല മുള്ളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പൂസ് കളിക്കണതൊക്കെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. പുല്ല് പറിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്ത്. അപ്പോൾ എങ്ങനെയായാലും അതിൻ്റെ മുള്ള് കയ്യിൽ കൊള്ളൂ. ഇപ്പം തന്നെ ഞാനത് നന്നാക്കുന്ന ആ ഒരു ടൈമിൽ ഒരുപാട് മുള്ള് തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ അടിയിലുള്ള 1-2 കൊമ്പങ്ങട് വെട്ടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നു അടിയിലുള്ള കൊമ്പ് എന്തായാലും വെട്ടി കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ മടിച്ച് നിന്നു. ഇനിയിപ്പോൾ അത് എന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടിച്ച് നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ മുള്ളു കുത്തൽ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഇനി നമുക്കത് അടിയിലുള്ളതൊന്ന് മുറിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താകുമെന്നൊന്നും അറിയില്ല, ഒന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ അതങ്ങോട്ട് വെട്ടി കൊടുത്തിട്ട് അവിടെ ഉള്ള പുല്ലും കൂടെ ഒക്കെ ഒന്നങ്ങോട്ട് പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു തുളസി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ തുളസിയുടെ അടിയിൽ ഇതുപോലെ അതിൻ്റെ വിത്ത് വീണിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തുളസി ഞാൻ ആദ്യം വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കത്തി ഉപയോഗിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു കത്തി ഉപയോഗിച്ചിട്ട് വെട്ടാൻ പാടില്ല, അതിൻ്റെ കതിര് നുള്ളി കളയുക, കൊമ്പുണ്ട് എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഒടിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കിട്ടട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തി മാറ്റി വെച്ചിട്ട് അതിൻ്റെ കതിരുകളൊക്കെ ഒന്ന് നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പൊടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തെഴുത്ത് വരുന്നില്ലല്ലോ, മഴയുടെ ആ സീസൺ കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് തെഴുത്തൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ കതിര് മാത്രം ഒന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അപ്പൂസൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ, ഈ ചെടിച്ചട്ടികൾ അവൻ മാറ്റി വയ്ക്കും. ഇവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് നീക്കി വെക്കും കേട്ടോ. അതുപോലെ അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഒരേ അകലത്തിലൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ അത് കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവുകയെ. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയ ആ ഒരു ടൈമിൽ അത് കണ്ടതുകൊണ്ട് ഞാൻ അതിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലൊക്കെ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് വലുതാവാത്തത് കൊണ്ടാണ് അധികം പൂവ് കാണിക്കാത്തത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യം കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ ഒരു വീഡിയോയിൽ എങ്ങനെയായാലും ഒരു പൂക്കൾ നന്നായിട്ട് ഞാൻ കാണിക്കാറുണ്ടായിരുന്നു കേട്ടോ, വിരിഞ്ഞ് നിൽക്കണതൊക്കെ. അപ്പോൾ അതുപോലെ ഇനി വേഗം കാണിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഇവിടെ 2-3 വിറകിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കൊത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഇങ്ങോട്ട് അടിച്ച് മാറ്റിയിട്ടുണ്ട്.
ഇല്ലാന്നുണ്ടെങ്കിൽ അതവിടെ കിടക്കും. പിന്നെ മടി പിടിച്ച് കിടക്കൂട്ടോ. പിന്നെ നാളെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മളെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡുകളൊക്കെ ഒരുപാട് നന്നാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നന്നാക്കിയാലും കാണില്ല. ഇതിങ്ങനെ തന്നെ വീണ്ടും ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമുക്ക് എങ്ങനെ എടുത്താലും ഇത് തീരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണവർ കാണുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ. ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇതെന്താ അവിടെ ഇങ്ങനെ കിടക്കണത്, അല്ലെങ്കിൽ അയ്യേ ഇതെന്താ അവിടെ ഇങ്ങനെ കിടക്കണത് എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അങ്ങനെ തോന്നിയതുകൊണ്ട് യാതൊരു ഇത് കാര്യമില്ല. ഇതുപോലുള്ളവർക്ക് മാത്രമേ ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ വീടിൻ്റെ ഈ ഒരു സൈഡിൽ നല്ല പൊക്കത്തിൽ മതിലാണ് ഇരിക്കുന്നത് കേട്ടോ. 6 അടി 8 12 അടി. അപ്പോൾ 2 ആളിനേക്കാളും പൊക്കത്തിൽ ഇവിടെ മതിലിരിക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയായാലും വെട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. പറ്റുകയാണെങ്കിൽ തന്നെ കുറച്ചേ പറ്റുള്ളൂ. ഇവിടെ വെട്ടൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കോണിയില്ലേ, ഏണി കോണി അത് കൊണ്ടുവന്നിട്ട് ആണ് ഈ ഒരു സൈഡിലൊക്കെ വെട്ടിയെടുക്കാറുള്ളത് കേട്ടോ. ആദ്യം ഇങ്ങനെ കൈകൊണ്ട് പറ്റുന്നതൊക്കെ വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ കോണി കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളത് അങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് അവിടെ തന്നെ ചുവട്ടിലിടും കേട്ടോ. എന്നിട്ട് അത് ഉണങ്ങുമല്ലോ, ആ ഒരു ഉണങ്ങുന്ന ആ ഒരു ടൈമിൽ അതങ്ങോട്ട് കത്തിക്കും. പിന്നെ ഈ മതിലിൻ്റെ ഈ സൈഡിലിരിക്കുന്ന പുല്ലൊക്കെ ഉണ്ടല്ലോ, ആ പുല്ലൊക്കെ അതുപോലെ തന്നെ ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ താഴെ തീയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അങ്ങോട്ട് കത്തിപ്പോകും കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങനെ അധികം അങ്ങോട്ട് ചെയ്യാറൊന്നുമില്ല. കാരണം ഇവിടെ 2 ആളുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കത്തിയാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടെ മുകളിൽ എത്താനും കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടേ നമ്മൾ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടെ പണ്ട് ഇതുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പണ്ട് കുട്ടികളാവുന്ന സമയത്ത് ഒരു വെള്ളത്തുള്ളി ഉണ്ടാവില്ലേ, ഒരു നൂല് പോലെ ഒരു സംഭവത്തിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നത്, എന്നിട്ട് അതിങ്ങനെ കണ്ണിലൊക്കെ ആക്കാറുണ്ടാവില്ലേ, നൊസ്റ്റാൾജിയ. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഞാനിപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു യൂട്യൂബിലൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ വേഗം പറഞ്ഞതാണേ. അപ്പം ഞാനും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഈ കാടുകളിൽ കുറച്ചൊക്കെ ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒപ്പം ഒന്നിച്ച് ചെയ്യാനൊന്നും പറ്റില്ല, പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്യൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന ഒരു രീതിയിൽ കുറച്ച് നമുക്കിവിടെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് എൻ്റെ കൈയൊക്കെ ചൊറിയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇവിടെ ഇങ്ങനെ കിടക്കണത്. പിന്നെ ഏട്ടനെ എപ്പോഴെങ്കിലും ഒഴിവുള്ള ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഏതായാലും നമ്മൾ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പേടിയാണ് കേട്ടോ. എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടനെ എപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, വൈക്കണ പണിക്ക് പോയാൽ പോരെ എന്നുള്ളത് കേട്ടോ. ആ ഒരു ചോദ്യം ആദ്യം ഉണ്ടാവും. നമ്മളിത് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറയുന്നതിന് മുന്നേ ആ ചോദ്യം ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയും. ചിലപ്പോൾ വഴക്കൊക്കെ കേൾക്കും കേട്ടോ. കാരണം പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഉള്ള ദേഷ്യപ്പെടലാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേയൊക്കെ അങ്ങോട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെ നമ്മൾ ഈ ചൂലും കൊണ്ട് വരുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ വെട്ടിപ്പോണ പോക്കാണ് ഇതൊക്കെ കേട്ടോ. അല്ലാതെ ഞാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വഴക്ക് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇതിന് മുന്നേ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടേക്ക് ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും ഞാൻ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ അത്യാവശ്യം ഉണ്ടേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിന് ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ ഒന്ന് അവിടെ വെട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാം. പിന്നെ ഞാൻ എങ്ങനെ പോവാണ് കേട്ടോ. എങ്ങടാ പോകുന്നേ? അടുത്ത നമ്മുടെ മുരിങ്ങയില തപ്പി പോവാണ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. സംഭവം വേറൊന്നുമല്ല, അത് കണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ അത് മതിയായി പോയിട്ടുണ്ടാകുക. അപ്പോൾ ഞാനിത് വീണ്ടും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വിഷയങ്ങളും കണ്ടൻറ്റുകളും ഇല്ലാതിരിക്കുമ്പോൾ സമയത്ത് ഉള്ളതും കൂടി ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റെസിപ്പിയൊന്നും കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പറിച്ച് നമ്മൾ തിരികെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളൊരു കൊമ്പുണ്ടല്ലോ, ആ കൊമ്പിൻ്റെ അവിടെയുള്ള കംപ്ലീറ്റ് നമ്മൾ ഇല ഒടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ചെറിയൊരു പുഴു ഉണ്ടല്ലോ, ഭയങ്കര അലർജി ഉള്ളൊരു പുഴു, അതിങ്ങനെ ചെറിയ കുട്ടികൾ അതിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെട്ടിക്കളഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് കുടിക്കാനുള്ള വെള്ളം വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പച്ചക്കറിയൊക്കെ ഒന്ന് ഒഴിച്ച് വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് കുറച്ച് അധികം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതേ നമ്മളുടെ മുടിയുടെ കാര്യമൊക്കെ നമ്മൾ വേറെ ഒരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മുടീൻ്റെ വീഡിയോ കാണിക്കാൻ മാത്രമൊന്നുമില്ല, കാരണം ഞാൻ മുടിയിൽ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കൊഴിഞ്ഞു പോയത് ഒരുമാതിരി കൊഴിഞ്ഞു പോക്കാണ് കേട്ടോ. പിന്നെ അത് തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ബാക്കി എന്താകുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഹെയറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഇത് എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഇല്ല ഇതുപോലെ തന്നെ തുടർന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ കാണിക്കില്ല. അപ്പോൾ അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ തന്നെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ. പിന്നെ ഇത് രാവിലത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ. രാവിലെ തന്നെ പണി തന്ന് കറണ്ട് പോയതായിരുന്നു ഇത്. അപ്പോൾ ഞാൻ രാവിലെ ദോശയും ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും നമ്മൾ കറണ്ട് പോയല്ലോ, ഇനിയിപ്പോൾ ചമ്മന്തി ഈ ഒരു ചതയ്ക്കുന്നൊരു സംഭവമില്ലേ, അതിലിട്ടിട്ടാണ് ചമ്മന്തി ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തു കേട്ടോ. സാധാരണ ചതയ്ക്കണ പോലെയല്ല, എങ്ങനെയൊക്കെ അരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണോ അതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗോതമ്പ് ദോശയും ഉള്ളിയുടെ ചമ്മന്തിയും കൂട്ടിയിട്ടായിരുന്നു നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഏട്ടൻ്റെ ഫോണിലായതുകൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നപ്പോൾ സമാധാനമായിട്ടു. പിന്നെ അത് നമ്മൾ കാളനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കായൊക്കെ ഞാൻ നന്നാക്കി വെച്ചു. പിന്നെ ചേനത് ഏട്ടന് നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് അത് രണ്ടാമത് വെള്ളത്തിലിട്ടതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ കാളനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതായിരുന്നേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും എന്നൊക്കെ പറയാൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കാളൻ ഉണ്ടാക്കലും ചോറുണ്ണലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.